വിപുലമായ ആഘോഷങ്ങളോടെയാണ് ഈ പുതുവർഷത്തെ മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആൾക്കാർ വരവേറ്റത്. സംഗീത പരിപാടികൾ ഉണ്ടായിരുന്നു, നൃത്തം ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് ഇല്ലാത്തത് അല്ലെ, എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ആട്ടിച്ച് പൊളിച്ചാണ് പപ്പാഞ്ഞിയെ കത്തിക്കലും ഉണ്ടായിരുന്നു. അങ്ങനെ പുതുവർഷ പുലരി ആഘോഷമാക്കുകയായിരുന്നു ലോകമെമ്പാടുമുള്ള ജനങ്ങൾ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആഘോഷ കാഴ്ചകൾ. വളരെ ആവേശത്തോടെയാണ് മലയാളികൾ പുതുവത്സരത്തെ വരവേറ്റത്. ഫോർട്ട് കൊച്ചി ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ രാത്രി വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലെ ആഘോഷ പരിപാടികൾ പൂർണ്ണമായും മാറ്റിവെച്ചെങ്കിലും വെളി ഗ്രൗണ്ടിൽ വിപുലമായ ആഘോഷ പരിപാടികളാൽ ന്യൂ ഇയർ കൊച്ചി കളറാക്കി. ഹാപ്പി ന്യൂ ഇയർ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാപ്പി ന്യൂ ഇയർ. മലബാറിലെ പുതുവത്സരാഘോഷം മുമ്പെങ്ങുമില്ലാത്ത വിധം വിപുലമായിരുന്നു. കോഴിക്കോടും കാസർഗോഡും വയനാടുമെല്ലാം ആഘോഷം പൊടിപൊടിച്ചു. തലസ്ഥാനത്തും വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നു. മാനവീയ വീഥിയും കോവളവും വർക്കലയും ശംഖുമുഖവുമായിരുന്നു പ്രധാന ആഘോഷ കേന്ദ്രങ്ങൾ. എന്നാലും നമ്മൾ മറൈൻ ഡ്രൈവിന് കുറ്റം പറയണല്ലേ, എപ്പോഴും നമ്മൾ അവിടെ ആഘോഷം ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇവിടെ വന്നു. ന്യൂസ് ഡെസ്ക് 24.